പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവാൻ സാധ്യത? ഞങ്ങൾക്കൊരു പ്രതിസന്ധിയില്ല. കാരണം ഞങ്ങൾ നിൽക്കുന്നത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി മാത്രമാണ്. ഞങ്ങളെ ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കഴിഞ്ഞ ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവം കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഞങ്ങളിൽ വിശ്വാസം വന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന എവിടെ ചെല്ലുമ്പോഴും ഏത് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന പിന്തുണ അത്രമാത്രമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ അമ്പലത്തിലേക്ക് എത്തുന്ന ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്ന വിശ്വാസികൾക്ക് അവിടെ ഭൗതികമായ അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക, അവർക്ക് വേണ്ട പ്രാർത്ഥിക്കുവാൻ സ്വച്ഛശാന്തമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കുവാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ കടമ. അത് ഞങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഞങ്ങൾ ഇതും സംഘടിപ്പിക്കുന്നത്. കാരണം ഒരു വർഷം കഴിഞ്ഞ വർഷം വന്നത് 54, അടുത്ത പ്രാവശ്യം ചിലപ്പോൾ 60 ലക്ഷത്തിലേക്ക് വരും. അങ്ങനെ എത്തുമ്പോൾ അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ആ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ വേണം. ഇവിടെ നമ്മളെന്താ ചർച്ച ചെയ്യുന്നത്? ഇവിടെ മുഖ്യമന്ത്രിയുടെ ഒരു ഇനാഗുറേഷൻ ഫംഗ്ഷൻ കഴിഞ്ഞാൽ 1 മണിക്കൂർ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ശബരിമലയുടെ വികസനപരമായ കാര്യങ്ങളെക്കുറിച്ചാണ്. 3 വേദികളിലാണ്. ഒന്നാമത്തെ വേദിയിൽ ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്സും പരിസ്ഥിതി സൗഹൃദവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കാരണം ശബരിമല എന്ന് പറയുന്നത് ഒരു പരിസ്ഥിതി ദുർബല പ്രദേശത്താണ്, ഒരു വനത്തിലാണ്, മലനിരകളിലാണ്. അപ്പോൾ അവിടെ നമ്മൾ തോന്നുമ്പോൾ നമുക്ക് കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ട്. അതിന് ഉതകുന്ന തരത്തിലുള്ള ബിൽഡിങ്ങുകൾ വേണം.